ഇന്ന് നിച്ചു ബ്രഹ്മനെ കൊണ്ടുപോയി മാറ്റിയിടുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിച്ചുവിനും നിധിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കോഴി, അതുപോലെ തന്നെ പൂച്ച, നായ, പിന്നെ പക്ഷികൾ എല്ലാം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴിയാണ് ബ്രഹ്മ എല്ലാം കൂടെ ചെളിയിൽ കളിച്ച് കാലെല്ലാം വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിനെ കാല് കഴുകി കൊടുക്കാമെന്ന് വെച്ചാൽ കോഴിക്ക് ഇങ്ങനെ വെള്ളത്തിലധികം ഇടുന്ന അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് പുല്ലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണേ. അപ്പം നിച്ചു ഓൾറെഡി ഈ മുന്നേ വരെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരെ ബ്രഹ്മനെ കൊണ്ടുപോയിടുന്നത് നിച്ചുവായിരുന്നു. അപ്പം ഇത്തവണ കോഴീനെ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് നിച്ചുവിൻ്റെ കയ്യിൽ ഒതുക്കുന്നില്ല, ബ്രഹ്മത്തിരി വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ നിച്ചു പറഞ്ഞു, വേണ്ട, എനിക്ക് വലിയ കോഴീനെ വേണ്ട, ചെറുതിനെ മതി, വലുതിനെ ചേച്ചി കൊണ്ടുപോയിട്ടോന്ന്. ഇത് ഭയങ്കര പെറ്റാണ് കേട്ടോ. ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒട്ടിക്കിടന്നിരുന്നൊരു സാധനമാണ്. പക്ഷെ കുറച്ച് മഴ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചങ്ങോട്ട് ആയപ്പോൾ ഒരു 15 ദിവസം, ഒരു 20 ദിവസത്തോളമായി ഇവരിങ്ങനെ എടുക്കാണ്ടായിട്ട്. അപ്പോൾ അതിനൊരു ചെറിയൊരു പരിചയക്കുറവുണ്ടോ എന്നൊരു സംശയം. പക്ഷെ എടുത്തപ്പോൾ നിധിനോട് പറ്റി കിടക്കുന്നുണ്ടോ, നിധി അതിനെ കൊണ്ടെടുക്കുന്നുണ്ട്. കാലാണെങ്കിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറച്ച് സമയം പുല്ലിൽ കളിച്ച് അതിൻ്റെ കാലൊന്ന് കഴുകി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. ആദ്യം അപ്പുറത്ത് ഒരാളെ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഈ സൈഡിൽ കുറേ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. ആ സൈഡിലുള്ളതൊക്കെ കുറേയൊക്കെ ഇവർ പുല്ല് പറിച്ച് കഴിച്ചിട്ടും പിന്നെ ഇങ്ങനെ ചിക്കിയിട്ടും ഒക്കെ പോയിട്ടുണ്ട്. അപ്പം നിധിൻ്റെത് കഴിഞ്ഞിട്ട് വേണം നിച്ചുവിൻ്റെത് കാണിക്കാൻ. നിച്ചുവിന് പിന്നെ ചെറിയ ബ്രഹ്മേനെയാണ് കേട്ടോ കൊടുക്കുന്നത്. ബ്രഹ്മ ഒന്ന് നന്നായിട്ട് തടിച്ചിട്ടുണ്ട്, ഒന്ന് കുറച്ച് വെയിറ്റ് കുറവാണ്. അപ്പം വെയിറ്റ് കുറഞ്ഞതിന് നിച്ചുവിന് പൊന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നിച്ചു എടുക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് വഴങ്ങുന്നില്ല അവന്. അപ്പം എന്നാലും എടുത്ത ആൾ ക്യൂട്ടായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവനങ്ങനെ പറ്റിയാണ് അതിനെ കോഴീനെ എടുക്കുക. അതാണെങ്കിൽ കോഴിക്ക് വയ്യാൻ ഞാൻ കോഴിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറയും. സ്കൂളിൽ പോകുമ്പോൾ ഇനി എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ സ്കൂളിൽ പോകാൻ. അങ്ങനെ അച്ഛമ്മ ഒതുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ, ചിരിച്ചുകൊണ്ട്. ഭയങ്കര ഹാപ്പിയും കംഫർട്ടബിളായിട്ടാണ് അതിനെ എടുത്തുകൊണ്ട് പോകുന്നത്. അതിനും ഭയങ്കര ഹാപ്പിയാണ് ആൾ. അതാ പോകുന്നത്, എന്നെ നോക്കുന്നുണ്ട്, എന്തൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതിന്. പിന്നെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു ഇൻ്റർലോക്കിൻ്റെ പുറത്തേക്ക് ഇടണം. അതിന് ഇൻ്റർലോക്കിൽ മുഴുവൻ അപ്പിട്ട് വെക്കുമ്പോൾ പുറത്തേക്ക് ഇടണം. അതിൻ്റെ ഓൾറെഡി അവിടെ ഒരു കോഴി ഇല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ഇടണം. അപ്പം മതിലിൻ്റെ ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ അതിന് കാല് വേദനയാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ഇറക്കാൻ പോയിട്ട് വേണ്ട, അതിന് വേദനയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് വരെ ഇറക്കി കൊടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ട്. അതിൻ്റെ കാല് കണ്ടോ, ഫുള്ള് ചെളിയാണ്. കയറുമ്പോഴത്തേക്ക് ഇനി എല്ലാത്തിനെയും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കയറ്റാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ ഒരു വിജയശ്രീ ലാളിതനായി അവനിങ്ങോട്ട് വരുന്നുണ്ട്. ബ്രഹ്മ രണ്ടും അവിടെ നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ കുറേ